എല്ലാവർക്കും നമസ്കാരം. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾ തമ്പനയിലിൽ കണ്ടിട്ടുണ്ടാകും. Mtfe എന്നുള്ള പേര് പറഞ്ഞിട്ടുള്ള ഒരു MLM സ്കീം, ട്രേഡിങ്ങിൻ്റെ പേര് പറഞ്ഞിട്ട്, ഫോറക്സിൻ്റെ പേര് പറഞ്ഞിട്ടൊക്കെ ഒരു MLM സ്കീം കറങ്ങി നടക്കുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ടും ചോദിക്കുന്നുണ്ട് Mtfe എന്ന് പറയുന്നത് ഒറിജിനൽ തന്നെയാണോ, ഫേക്ക് ആണോ, സ്കാം ആണോ? ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ടും ചോദിക്കുന്നുണ്ട്. നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാകാം. ഒരുപാട് പേര് അതിനെ പ്രൊമോട്ട് ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട്, ഓഡിയോസൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെയാണ്, നല്ല സ്കീമാണ്, ഒരുപാട് പേര് ജോയിൻ ചെയ്യിപ്പിക്കുന്നു, ഒരുപാട് പേര് ജോയിൻ ചെയ്യുന്നു, കുറേ പേര് പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നു, റോബോ ട്രേഡ് വെച്ച് ലാഭം ഉണ്ടാക്കുന്നു, ഒരുപാട് അത്തരത്തിലുള്ള ഓഡിയോസൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിനെ പറ്റിയിട്ട് നമുക്കൊന്ന് നോക്കാം. ഇത് സ്കാം ആണോ ഒറിജിനൽ ആണോ ഒന്ന് നോക്കാം. വളരെ സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് ഒറിജിനൽ ആണോ സ്കാം ആണോ എന്നുള്ളത്. ജസ്റ്റ് എന്ത് ചെയ്യാം, അവരുടെ വെബ്സൈറ്റിലേക്ക് തന്നെ ഒന്ന് പോയിട്ട് നോക്കാം. അവരുടെ വെബ്സൈറ്റിൽ തന്നെ നോക്കി Mtfe ഈസ് റെഗുലേറ്റഡ് ബൈ ദി കനേഡിയൻ ഫിൻട്രാക്ക് എന്നാണ് കൊടുത്തിരിക്കുന്നത്. കാനഡയിൽ കനേഡിയൻ ഫിൻട്രാക്കിൻ്റെ അണ്ടറിലാണ് റെഗുലേറ്റഡ് ആയിരിക്കുന്നത്. നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ് ഫിൻട്രാക്ക് എന്ന് പറയുന്നത്? അങ്ങനെ റെഗുലേഷൻ കൊടുക്കുന്ന ഒരു അതോറിറ്റിയാണോ? ഫോറക്സ് ട്രേഡിങ്ങിന് വേണ്ടിയിട്ട് റെഗുലേഷൻ കൊടുക്കുന്ന, ഫോറക്സ് ട്രേഡിങ്ങിനെ കാനഡയിൽ കൺട്രോൾ ചെയ്യുന്ന അതോറിറ്റി ഫിൻട്രാക്ക് ആണോ? ഫിൻട്രാക്ക് അല്ല. അപ്പോൾ ഫിൻട്രാക്ക് എന്താണ്? ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കാം. എന്താണ് ഫിൻട്രാക്ക് എന്ന് പറയുന്നത്? ഫിൻട്രാക്ക് എന്ന് പറയുന്നത് എന്താണ്? ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ആൻഡ് റിപ്പോർട്ട് അനാലിസിസ് സെൻറ്റർ ഓഫ് കാനഡ. എന്താണത്? നാഷണൽ ഫിനാൻഷ്യൽ ഇൻ്റലിജൻസ് ഏജൻസിയാണ്. ഫിൻട്രാക്ക് എന്ന് പറയുന്നത് ഇൻ്റലിജൻസ് ഏജൻസിയാണ്. നോക്കിയേ, ഈതർ വേ ഫേംസ് ഓർ ഇൻഡിവിജ്വൽസ് സീക്കിംഗ് ടു ഓഫർ ഫോറക്സ് ട്രേഡിംഗ് സർവീസസ് മസ്റ്റ് ബി അപ്രോപ്രിയേറ്റ്ലി രജിസ്റ്റേർഡ് ഇൻ ദി പ്രൊവിൻസ് ഇൻ വിച്ച് ദ ഇൻറ്റൻഡ് ടു വർക്ക് ആൻഡ് മസ്റ്റ് ഓൾസോ ബി എ മെമ്പർ ഓഫ് ദി ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻഡസ്ട്രി റെഗുലേറ്ററി ഓർഗനൈസേഷൻ ഓഫ് കാനഡ. ഈ ഒരു വെബ്സൈറ്റ് കയറി കഴിഞ്ഞാൽ നോക്കിയേ, കനേഡിയൻ സെക്യൂരിറ്റീസ് അഡ്മിനിസ്ട്രേറ്റേഴ്സ് എന്നുള്ള ഈ ഒരു വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് സ്കാമുകൾ, ഫ്രോഡ്, ഒരുപാട് തരത്തിലുള്ള ഫ്രോഡുകളുടെ ഡീറ്റെയിൽസ് കൂടി കാണാൻ വേണ്ടിയിട്ട് പറ്റും. കോമൺ ഫ്രോഡ്സ് ആൻഡ് സ്കാംസ് എന്നുള്ള സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ ഇത്തരത്തിൽ ഒരുപാട് ഫ്രോഡുകളുടെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. നോക്കിയേ, ഓരോന്ന് നോക്കുക. പലതരത്തിലുള്ള ഫ്രോഡുകൾ നമ്മുടെ ഈ ഫോറക്സ് ട്രേഡിങ്ങിൻ്റെ പേര് പറഞ്ഞിട്ട്, ട്രേഡിങ്ങിൻ്റെ പേര് പറഞ്ഞിട്ടൊക്കെ ഇത്തരത്തിലുള്ള MLM സ്കീമുകൾ, ഇപ്പോൾ ഈ Mtfe പോലെയുള്ള MLM സ്കീമുകൾ ഓരോ 2 വർഷത്തിലൊരിക്കലൊക്കെ ഇങ്ങനെ റിപ്പീറ്റ് ആയിട്ട് വരുന്നതാണ്. എന്താ സംഭവിക്കുന്നത്? ഒരുപാട് പേര് ഇത് ജെനുവിൻ ആണ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് ഇതിൽ പെട്ടുപോകും. അവരെന്താണ്, കുറച്ച് കഴിയുമ്പോൾ ഈ പൈസയൊക്കെ ആയിട്ട് അവരങ്ങ് മുങ്ങും. നിങ്ങൾ ശ്രദ്ധിക്കുക, ഇത്തരത്തിലെ ചതികളിൽ പെട്ടുപോകാതിരിക്കുക. അതുപോലെ തന്നെ റോബോട്ട് ട്രേഡിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് ഇപ്പോഴും പ്രൊമോട്ട് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. റോബോട്ടുകൾ നിങ്ങൾക്ക് ലാഭം ഉണ്ടാക്കി തരത്തില്ല. ഒരു ട്രേഡർ, ഇപ്പോൾ നിലവിൽ നിങ്ങൾ കാണുന്ന ഒരു പ്രൊഫഷണൽ ട്രേഡർ റോബോട്ട് ട്രേഡിംഗ് വെച്ചിട്ട് ലാഭം ഉണ്ടാക്കുന്നവരല്ല. എൻ്റെ ഒരു എക്സ്പീരിയൻസിലൊന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല റോബോട്ട് ട്രേഡിംഗ് വെച്ചിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് വെറുതെ ഇരുന്നങ്ങനെ പൈസ കിട്ടുമെന്ന് തെറ്റിദ്ധരിച്ചിട്ട് പൈസ കൊടുത്തു പോകരുത്. റോബോട്ട് സെയിൽ ചെയ്യുന്നവരല്ലാതെ റോബോട്ട് ട്രേഡിങ്ങിലൂടെ ആർക്കും ഇതുവരെ ലാഭം കിട്ടിയിട്ടില്ല എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കുക. ഇത്തരത്തിലുള്ള തട്ടിപ്പ് കമ്പനികൾ ഇനിയും വന്നേക്കാം. ഇത് തന്നെ ഇപ്പോൾ ഈ Mtfe എന്ന് പറയുന്ന കമ്പനി തന്നെ കനേഡിയൻ പൗരന്മാരുടെ കമ്പനിയാണ്. അവരാണ് മാനേജ് ചെയ്യുന്നതെന്നൊന്നും ഉറപ്പ് പോലും പറയാൻ പറ്റില്ല. കാരണം അത്തരത്തിലുള്ള റെഗുലേഷൻസ് ഒന്നും ഇല്ലാത്തൊരു പ്ലാറ്റ്ഫോമാണ്. ഒന്നും പറയാൻ വേണ്ടിയിട്ട് പറ്റില്ല. ചിലപ്പോൾ ഇവിടെ എവിടെയെങ്കിലുമൊക്കെ ലോക്കലായിട്ട് ഡീല് ചെയ്യുന്നവരായിരിക്കാം. ചതികളിൽ പെട്ടുപോകാതിരിക്കുക, ഇത്തരത്തിലുള്ള സ്കീമുകളിൽ വഞ്ചിതരാവാതിരിക്കുക. ഇനിയും ഇത്തരത്തിൽ പല പേരുകളിൽ വന്നേക്കാം. ഇതിന് മുന്നേ വന്നിട്ടുണ്ട്, ഇപ്പോൾ ഇങ്ങനൊരു പേരിൽ വന്നിട്ടുണ്ട്, ഇനിയും വന്നേക്കാം. അത്തരത്തിലുള്ള ചതികളിൽ പെട്ടുപോകാതിരിക്കുക. റോബോട്ട് നിങ്ങൾക്ക് പൈസ തരും, അല്ലെങ്കിൽ വെറുതെ നിങ്ങൾ പൈസ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വെറുതെ നിങ്ങൾക്ക് റിട്ടേൺസ് കിട്ടിക്കൊണ്ടിരിക്കും എന്നൊക്കെ പറഞ്ഞുള്ള സ്കീമുകളിൽ പെട്ടുപോകാതിരിക്കുക. നിങ്ങൾക്ക് നല്ലൊരു ട്രേഡർ ആവണമെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചിട്ട് മാനുവലായിട്ട് നല്ലൊരു ബ്രോക്കറെ സെലക്ട് ചെയ്ത് ട്രേഡ് ചെയ്യുക. ഇത്തരത്തിലെ ചതികളിൽ പെട്ടുപോകാതിരിക്കുക. ഇത്തരത്തിലെ ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീമുകളിൽ ചതികളിലൊന്നും പെട്ടുപോകാതിരിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്ന വീഡിയോയിൽ സംസാരിക്കാം. എല്ലാവർക്കും നന്ദി.